ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹോബി സർക്യൂട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ലക്കി വീൽ കിറ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പാകത്തിനുള്ള ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. അധികം കമ്പോണൻസ് ഒന്നുമില്ല, വളരെ കുറച്ച് കമ്പോണൻസും കുറച്ച് LEDs ഒക്കെ ഉള്ളൂ. ഇത് CD4017 NE555 ICയും യൂസ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. എല്ലാ കമ്പോണൻസും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഇതൊരു വൈബ്രേഷൻ സെൻസറാണ്, അതുകൊണ്ട് മാത്രം ഇതൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇത് SW200D എന്നാണ് ഇതിൻ്റെ കോഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെഗ് ഗോൾഡ് പ്ലേറ്റഡും ഒരെണ്ണം ടിൻ കോട്ടഡുമാണ്. അപ്പോൾ അത് അനുസരിച്ച് വേണം സർക്യൂട്ടിൽ കൊടുക്കാനായിട്ട്. അത് ഇതിൽ കൃത്യമായി തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ SW വരുന്ന രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ അസംബിൾ ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനില്ല, ബാക്കിയെല്ലാം അറിയുന്ന കമ്പോണൻസ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ക്വിക്കായിട്ടൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വൈബ്രേഷൻ സെൻസറാണ് ഇൻസെർട്ട് ചെയ്യുന്നത്. അത് പറഞ്ഞതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റുള്ള ലെഗ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഗോൾഡ് പ്ലേറ്റ് ഉള്ള ലെഗാണ് നമ്മൾ ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റിങ് നോക്കിയാൽ മതി, അത് കറക്റ്റായിട്ട് തന്നെ സോൾഡർ ചെയ്യാം. അങ്ങനെ ലക്കി വീലിൻ്റെ അസംബ്ലിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഈ LED സോൾഡർ ചെയ്യണം. അതിനുശേഷം IC ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ക്യാബിനറ്റിലേക്ക് ഇതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കറക്റ്റായിട്ട് വയ്ക്കാം. അപ്പോൾ LED സോൾഡറിങ് കൂടി കംപ്ലീറ്റ് ആയതിനു ശേഷം എങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം.
ഓക്കെ, അങ്ങനെ ലക്കി വീലിൻ്റെ അസംബ്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്യാബിനിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറ് ഒന്ന് പീൽ ഓഫ് ചെയ്ത് കളയാം. അതിനുശേഷം ഇത് അസംബിൾ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഈ കോപ്പർ ഇൻസേർട്ട് PCBയിലേക്ക് ഉറപ്പിക്കുക. ഓക്കെ, കോപ്പർ കോളംസ് PCBയിലേക്ക് കറക്റ്റായിട്ട് തന്നെ ഉറപ്പിക്കുക. ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി PCBയിലേക്ക് ഈ ബാറ്ററി ഹോൾഡർ വെച്ചിട്ടുകൊണ്ട് ഈ ഒരു പാർട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കറക്റ്റായി തന്നെ സ്ക്രൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ട് പാർട്ടും PCBയിലേക്ക് സെക്യൂറാക്കി. ബാറ്ററി ഹോൾഡർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് പ്ലേറ്റ്സ് 1 by 1 ആയിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, 4 സൈഡും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് പാർട്ട് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ വലിയ സ്ക്രൂ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 4 സ്ക്രൂവും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പതിയെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ടൈറ്റ് ചെയ്യരുത്. ഒരുപാട് ടൈറ്റ് ചെയ്താൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നോബ് സ്വിച്ചിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ലക്കി വീൽ. ഫുൾ അസംബ്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ലക്കി വീലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ ചൂസ് ചെയ്യാം. അതിനുശേഷം ഈ സ്വിച്ചിൽ പ്രസ് ചെയ്യാം. ഞാൻ റെഡ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഏതിലാണത് സ്റ്റോപ്പ് ആകുന്നതെന്ന് നോക്കാം. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി യെല്ലോയിലാണ് സ്റ്റോപ്പ് ആയത്. അതുകൊണ്ട് ഞാൻ ഗെയിമിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ബ്ലൂ ആണ് സെലക്ട് ചെയ്യുന്നത് ഈ പ്രാവശ്യം. ഓക്കെ, ഈ പ്രാവശ്യവും ഗെയിമിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പറ്റിയ നല്ല ഗെയിമാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.